ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വല്ലാത്തൊരവസ്ഥയിലൂടെയാ അവിടെ ഓരോ ദിവസവും എല്ലാവരും കഴിഞ്ഞു പോകുന്നതേ. അത് ആ കുഞ്ഞിനെയും ബാധിക്കും. അവളുടെ അച്ഛനെ കണ്ടിട്ട് ദിവസങ്ങൾ എത്രയായി. രോഹിത് ഒരു തരത്തിലും ശ്യാമയും മോളുമായിട്ട് അടുക്കുന്നില്ലെന്നാ പറയുന്നത്. അവൻ വീട്ടിലേക്ക് പോലും വരുന്നില്ല. തെറ്റിദ്ധാരണയാ, പറഞ്ഞാലൊട്ടും മനസ്സിലാവുകയില്ല. ശാരദാമ്മ, എനിക്ക് ശാരദാമ്മയോട് ഒരപേക്ഷയുണ്ട്. ശ്യാമയും പപ്പിമോളെയും ശാരദാമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം. അയ്യോ രാഘവട്ട, അത് ഇതെന്റെ ഒരു അപേക്ഷയാ. ഇനി അവരവിടെ നിർത്തി കണ്ണീർ കുടിപ്പിക്കരുത്. ഇത് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നതാ. അവരുടെ കാര്യത്തിൽ എനിക്ക് അത്ര ദണ്ണുള്ളതുകൊണ്ടാ ഞാനീ പറയുന്നതേ. അല്ല, വേറൊരർത്ഥത്തിൽ ശാരദാമ്മ എടുക്കുകയും ചെയ്യരുത്. അയ്യോ, എന്തിനാ രാഘവട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കൊണ്ടുപോയിക്കോളാം അവരെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. ശാരദാമ്മയെ കണ്ടത് നന്നായി. മനസ്സിലെ വിഷമം കുറെ പറഞ്ഞപ്പോ എന്തോ ഒരാശ്വാസം. ഇനി ബാക്കി ഭഗവാന്റെ മുമ്പിൽ പറയാം. സാറേ, രസീതായിട്ടുണ്ട്. വാ. നമസ്കാരം. തിരുമേനി, ശാലിനിയും കുഞ്ഞും ഭർത്താവും ഒക്കെ ഇപ്പൊ ഒന്നിച്ചല്ലേ താമസം? വിഷ്ണു ഇന്നൊരു പുതിയ ജോലിക്ക് കയറുക. അതിനാ അവന്റെ പേരിൽ പൂജ നടത്തിയത്. തിരുമേനി ഇരുവരുടെയും സമയം നോക്കിയായിരുന്നു. മരുമകന്റെ സമയം നല്ലതാ, പക്ഷേ ശാരദാമ്മേ, മോളുടെ സമയം അത്ര നല്ലതല്ല. മരുമകൻ ഉദിച്ചുദിച്ചു കയറും. മരുമകനിൽ കാണിക്കുന്ന കയറ്റത്തിന് ഇറക്കം സംഭവിച്ചിരിക്കുന്നത് മകൾക്കാണ്. സമയം വളരെ മോശമാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. തിരുമേനി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ല വഴിപാടും കഴിപ്പിച്ച് മാറ്റാൻ പറ്റുന്ന ദോഷമാണോ? പ്രാർത്ഥിക്കുക, അതേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ദേവി, ചെറിയൊരു സന്തോഷം ഞങ്ങൾക്ക് തന്നത് സങ്കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവുക അവര്. കാത്ത് രക്ഷിച്ചേക്കണേ. ഹരിതാത്തതൊന്നും സംഭവിക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളൂ. അവരുടെ ആയുസിന് ഒരു കോട്ടവും വരുത്തരുതേ. നീ വേണമെങ്കിൽ എന്റെ ജീവനം എടുത്തു, എന്നാലും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തരുതേ.